അതിർവരമ്പുകളില്ലാത്ത ലോകമാണ് ഇന്നത്തെ തലമുറയ്ക്ക് മുന്നിലുള്ളതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എം.എൽ.എ. പരിശ്രമിച്ചാൽ ഏത് ഉയരങ്ങൾ കീഴടക്കുവാനും വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക വിദ്യാഭ്യാസ സാങ്കേതിക രംഗത്ത് ഇന്ന് കാണുന്ന പുരോഗതിക്ക് അടിത്തറയിട്ടത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ രാജീവ് വിചാർവേദിയുടെ 13ാം വാർഷികവും വിദ്യാഭ്യാസ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥാനത്തേക്ക് വരാൻ കഴിയും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദ ലൈഫ്. നെപ്പോളിയൻ ബോണോപാർട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഇമ്പോസിബിൾ എന്ന വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ല. എവറിഥിങ് ഈസ് പോസിബിൾ ഇൻ ദിസ് വേൾഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നാളെ IAS കിട്ടാം. എന്താ കിട്ടാതെ നിങ്ങൾക്ക് IPS കിട്ടാം. നിങ്ങൾക്ക് ഉയർന്ന സയൻറ്റിസ്റ്റുകളായി മാറാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഇന്ന് അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട്. ആ ഭാവി ഓരോരുത്തരും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഓരോരുത്തരും തീരുമാനിക്കാൻ ഞാൻ ആരാകും, ഞാൻ എന്താകും. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടെയും ഒരു സ്വപ്നത്തോടെയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുരുതര വീഴ്ചകൾ പരിഹരിക്കുന്നതിനും ഈ മേഖലയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ രാജീവ് വിചാർവേദി പ്രസിഡന്റ് ബാബു കുട്ടഞ്ചിറ അധ്യക്ഷനായിരുന്നു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ പ്രതിഭാ സംഗമം ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഒരു സംഘടന ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ബഹുമതിയായി ഞാൻ കരുതുകയാണ്. ഞാനിത് 2ാം തവണയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. മുൻമന്ത്രി KC ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. VS നന്ദഗോപാൽ വള്ളവഞ്ചേരയുടെ സ്മരണാർത്ഥം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ A+ ലഭിച്ചവർക്കും ബിരുദാനന്തര പരീക്ഷകളിൽ റാങ്ക് ലഭിച്ചവർക്കും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ മെറിറ്റ് അവാർഡ് നൽകി. നേതാക്കളായ വിജയലാലി, സുധാ കുര്യൻ, ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ്, PH നാസർ, KA ജോസഫ്, ജസ്റ്റിൻ ബ്രൂസ്, ആന്റണി കുന്നുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചെങ്ങന്നൂർ പാണ്ടനാട് മണക്കണ്ടത്തിൽ മാത്യു തോമസിന് ജന്മനാടിൻ്റെ യാത്രാമൊഴി. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ജോർദാൻപുരം ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. മാത്യു തോമസിന്റെ വേർപാട് നാടിനെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പരേതനായ നിരണം പ്ലാച്ചുവട്ടിൽ ഗീവർഗീസ് തോമസിന്റെയും മറിയാമ്മയുടെയും മകനാണ് മാത്യു തോമസ്. 30 വർഷമായി കുവൈറ്റിലെ ഷോപ്പിംഗ് മാളിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു മാത്യു തോമസ്. മാത്യു തോമസിന്റെ ചെങ്ങന്നൂരിലെ വസതിയിലെത്തി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. ദൈവത്തിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് അതിനുള്ള ധൈര്യവും ശക്തിയും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ബന്ധുക്കൾക്ക് ജോർജ് കുര്യൻ ഉറപ്പു നൽകി. മാത്യു തോമസിന്റെ സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ജോർദാൻപുരം മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്ന തലവടി പഞ്ചായത്തിലെ വട്ടടിക്കടവിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ജനകീയ സംഗമം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലെ ഇതേപോലെയുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി യത്നിക്കാൻ കുറേ ആളുകൾ മുന്നിട്ടിറങ്ങുമ്പോഴാണ് ഇത്തരം വലിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നത്. നമുക്കൊരു സംസ്ഥാന സർക്കാരിന് തന്നെയോ ഈ ഒരു ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ ഇന്നത്തെ സ്ഥിതിയിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഏത് സോഴ്സിൽ കൂടിയാണ് ലഭിക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി ഈ 2 പഞ്ചായത്തുകളെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ധാരാളം ആളുകൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നു. നാടിൻ്റെ വികസനം നടക്കുന്നു. ജനകീയ സംഗമത്തിൽ നിരണം ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് അംഗം ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. പാലം സമ്പാദക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, കോർഡിനേറ്റർ അജോയ് K. വർഗീസ്, പാസ്റ്റർ എബ്രഹാം സാമുവൽ, ഐപ്പ് കുരുവിള,
PD സുരേഷ്, മനോജ് മണക്കളം എന്നിവർ സംസാരിച്ചു. കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത്. പത്തനംതിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് വട്ടടിക്കടവിൽ കടത്തുള്ളത്. 1 വർഷം മുൻപ് ജീവനക്കാരൻ വിരമിച്ചതോടെ ആഴ്ചകളോളം കടത്തുവള്ളത്തിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് പുതിയ ജീവനക്കാരനെ നിയമിച്ചത്. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്തിനെയും ആലപ്പുഴയിലെ തലവടി വിയ്യപുരം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പാലം യാഥാർത്ഥ്യമായാൽ ഇരു ജില്ലകളിലെയും യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും. നിലവിൽ കടത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മഴക്കാലം എത്തുന്നതോടെ നദിയിൽ ജലനിരപ്പ് ഉയർന്ന കടത്തുവള്ളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടും. പമ്പാ നദിയുടെ പ്രധാന ജലപാതയായതിനാൽ ചെറുവെള്ളപ്പൊക്കത്തിൽ പോലും ജലനിരപ്പ് ഉയരുകയും കുത്തൊഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന വട്ടടിക്കടവിന്റെ മറുകരയെത്താൻ വിദ്യാർത്ഥികൾ കഠിന ദുരിതമാണ് നേരിടുന്നത്. വട്ടടിക്കടവിൽ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ ഒപ്പുശേഖരണ യജ്ഞം ജൂൺ 23 ഞായറാഴ്ച 3:30 വട്ടടിക്കടവിൽ നടക്കുമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, കോർഡിനേറ്റർ അജോയ് കെ വർഗീസ് എന്നിവർ അറിയിച്ചു. പ്രവാചകരായ ഇബ്രാഹിമിൻ്റെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണകൾ ഉണർത്തി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിൽ തിങ്കളാഴ്ച രാവിലെ പെരുന്നാൾ നിസ്കാരം നടന്നു. ഇബ്രാഹിം നബിയുടെയും പത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മായിലിൻ്റെയും ത്യാഗസമ്പന്നതയുടെ ഓർമ്മ പുതുക്കലായാണ് വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ നിസ്കാരത്തിനായി പുതുവസ്ത്രങ്ങളണിഞ്ഞ് രാവിലെ തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ ഉയർത്തി പെരുന്നാളിനെ വരവേറ്റു. ഇബ്രാഹിമിൻ്റെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതം അനുസ്മരിച്ച ഇമാമുമാർ ദൈവിക സ്മരണ നിലനിർത്തി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുവാനും മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാനും വിശ്വാസികളോട് പെരുന്നാൾ കുതുബയിലൂടെ ഉണർത്തിച്ചു. പെരുന്നാൾ നമസ്കാരാനന്തരം പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹവും സന്തോഷവും പങ്കിട്ട വിശ്വാസികൾ കൂട്ടായും ഒറ്റയ്ക്കും ബലികർമ്മങ്ങൾ നടത്തി. മാന്നാർ പുത്തൻപള്ളിയിൽ ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി, ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ, കൗൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ് എന്നിവർ പെരുന്നാൾ സന്ദേശം നൽകി. വളരെ വിഷമത്തോടുകൂടി അവർക്ക് സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ സാധിക്കുന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ അവസരത്തിൽ അവരുടെ മോചനത്തിന് വേണ്ടി ഇസ്രായേലിന്റെ ശക്തമായ പ്രതിരോധിക്കുവാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം കെ സഹലവത്ത് ദാരിമിയും, കുരട്ടിക്കാട് ജുമാ മസ്ജിദിൽ നിസാമുദ്ദീൻ നയീമിയും, ഇരമത്തൂർ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം അബ്ദുൽ ബാസിദ് സഖാഫിയും, പാവുക്കര ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നൗഫൽ ഫാളിലിയും, മാന്നാർ സലഫി ജുമാ മസ്ജിദിൽ അമ്പലപ്പുഴ സലീം മൗലവിയും, ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ ഇമാം ഹർഷദ് ഫലാഹിയും പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ബലിപെരുന്നാൾ എന്നത് ഒരു പ്രവാചക കുടുംബത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം നൽകുന്ന ആഘോഷമാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, വേദഗ്രന്ഥങ്ങളിൽ അബ്രഹാം എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ, ഒരുപോലെ ക്രൈസ്തവ, ജൂത, മുസ്ലിം സമൂഹങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രപിതാവാണ്. ആ ഖലീലുല്ലാഹ് ഇബ്രാഹിം എന്ന പ്രവാചകന്റെ കുടുംബത്തിൻ്റെ ത്യാഗങ്ങളും സമർപ്പണവുമാണ് ഹജ്ജ് എന്ന കർമ്മത്തിൻ്റെ, അതിനോടനുബന്ധിച്ച് ഉള്ള ബലിപെരുന്നാൾ എന്ന ആഘോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വാർദ്ധക്യകാലത്ത് തനിക്ക് ലഭിച്ച പ്രിയപ്പെട്ട കുഞ്ഞിനെ ദൈവമാർഗത്തിൽ സമർപ്പിക്കാനും പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ഏകാന്തമായ മക്കയുടെ മരുഭൂമിയിൽ കൊണ്ട് താമസിപ്പിക്കാനുമെല്ലാം ആ അബ്രഹാം പ്രവാചകന്റെ കുടുംബം ദൈവികമായ കൽപ്പനയ്ക്ക് മുമ്പിൽ സർവ്വതും സമർപ്പിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു ആഘോഷമാണ് ബലിപെരുന്നാളെന്ന് പറയുന്നത്. ബലിപെരുന്നാൾ ദിനത്തിൽ ആലപ്പുഴയിലെ പള്ളികളിലും വിവിധ ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈദ്ഗാഹുകൾ ഒരുക്കിയത്. പ്രമുഖ പുരോഹിതർ നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പള്ളികളിൽ ബലികർമ്മവും നടന്നു.
കൈനഗിരി പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഫലപ്രദമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ജനങ്ങളുടെ ദാഹമകറ്റാൻ തിങ്കളാഴ്ചയും BJPയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2, 3, 4 വാർഡുകളിലാണ് സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്തത്. കഴിഞ്ഞ 3 മാസമായി ശുദ്ധജലം കിട്ടാതെ വിഷമിച്ച പ്രദേശവാസികൾക്ക് കുടിവെള്ള വിതരണം വലിയ ആശ്വാസമായി. ഞായറാഴ്ചയും BJP പ്രവർത്തകർ ശുദ്ധജലം വിതരണം ചെയ്തിരുന്നു. PR മനോജ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സുനീഷ് പ്രക്കോലിത്തറ, അജേഷ് കണിപ്പറമ്പ് എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ലോകത്തെവിടെയെങ്കിലും 3 മാസക്കാലമായിട്ട് കുടിവെള്ളം കിട്ടാത്ത ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ അത് ഈ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് മാത്രമായിരിക്കും. ഇതിനെതിരെ നിരന്തരമായിട്ടുള്ള സമരപരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരന്തര സമരങ്ങൾ സംഘടിപ്പിച്ചിട്ട് MLAയുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുക വരെ നമ്മൾ ചെയ്യുകയുണ്ടായി. പക്ഷേ ബഹുമാനപ്പെട്ട കൈനഗിരി ഗ്രാമപഞ്ചായത്തോ സ്ഥലം MLAയോ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുക. ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് കൈനഗിരി കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കി ഒരു സബ്മിഷൻ ഉന്നയിച്ചെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യേണ്ട. കുടിവെള്ളത്തിനായി കുട്ടനാട്ടുകാർ നെട്ടോട്ടം ഓടുമ്പോൾ ഒന്നാങ്കരയിൽ AC റോഡിന് സമീപം പാഴാവുന്നത് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം. 1 മാസമായി ഇതാണ് അവസ്ഥയെന്നും നിരന്തരം പരാതി പറഞ്ഞിട്ടും പരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ. ദാഹിച്ചു വലഞ്ഞ് മലിനജലം തിളപ്പിച്ചു കുടിക്കേണ്ടി വരുന്ന കുട്ടനാട്ടുകാരുടെ നെഞ്ചു പൊള്ളിക്കുന്നതാണ് ഒന്നാങ്കരയിൽ നിന്നുള്ള ഈ കാഴ്ച. കഴിഞ്ഞ 1 മാസമായി ഒന്നാങ്കര പാലത്തിന് സമീപം പാഴാവുന്നത് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാറ്റിസ്ഥാപിച്ച പൈപ്പാണിത്. ശക്തമായ ചോർച്ചയെ തുടർന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് സമീപത്തെ വീടിൻ്റെ അടുക്കള വരെ. വാട്ടർ അതോറിറ്റിയിലും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലും പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുടമ പ്രതാപൻ പറയുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടപ്പെട്ട അധികാരികളോട് പല പ്രാവശ്യം ഫോൺ വിളിച്ചും നേരിട്ട് ഓഫീസുകളിൽ ചെന്ന് സംസാരിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ 20 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം മേടിച്ചു കുടിക്കുന്ന ഈ കാലത്ത് ഇത്രയും വെള്ളം ഒഴുകി പാഴായി പോവുകയാണ്. അത് എൻ്റെ വീടിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ വരെ ഈ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു പറഞ്ഞു, സൂപ്പർവൈസറെ വിളിച്ചു പറഞ്ഞു, ആരും ചിലരെ ഓഫീസിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കുടിവെള്ളത്തിനായി കുട്ടനാട്ടിൽ ജനം നെട്ടോട്ടമോടുകയാണ്. പൊന്നിനേക്കാൾ വിലയുണ്ട് കുട്ടനാട്ടിൽ ഇപ്പോൾ ശുദ്ധജലത്തിന്. കുടിവെള്ളമില്ലെന്ന് പരാതി പറഞ്ഞാൽ മഴ പെയ്യാൻ പ്രാർത്ഥിക്കെന്ന് ഉപദേശിക്കുന്ന ജനപ്രതിനിധികൾ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ഒരു മടിയുമില്ലാതെ പാഴാക്കുകയും ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വായുവിന് വരെ ബില്ലെഴുതി കൊടുക്കുകയും ചെയ്യുന്ന വാട്ടർ അതോറിറ്റി. 100 കണക്കിന് തൊഴിലാളികളും എഞ്ചിനീയർ ഏമാന്മാരും ഉണ്ടായിട്ടും ചോർച്ചയുള്ള ഭാഗത്തെ നട്ടൊന്ന് മുറുക്കാൻ മെനക്കെടാത്ത കരാർ കമ്പനി. ജോറാകുന്നുണ്ട് കേട്ടോ കുട്ടനാടിൻ്റെ വികസനം. ഒന്നാങ്കരയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും VR വിനോദ്, KCV ന്യൂസ്. കൈനഗിരി പഞ്ചായത്തിലെ തോട്ടുവാത്തല അരയൻ തോടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 11ാം വാർഡ് മെമ്പർ സന്തോഷ് പട്ടണത്തിൻ്റെ നേതൃത്വത്തിൽ വാർഡ് സാനിറ്റേഷൻ സമിതി അംഗങ്ങളും കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നാണ് തോട് ശുചീകരിക്കുന്നത്. 11ാം വാർഡിൽ ഇളങ്കാവ് ക്ഷേത്രം മുതൽ പടിഞ്ഞാറ് പള്ളാത്തുരുത്തി ആറുമായി ബന്ധിപ്പിക്കുന്നതും ജലമാർഗം പെട്ടെന്ന് ആലപ്പുഴയിൽ എത്താവുന്നതുമായ തോടാണ് തോട്ടുവാത്തല അരയൻ തോട്. 15 വർഷങ്ങൾക്ക് മുമ്പ് ജലവാഹനങ്ങൾ യാത്ര ചെയ്തിരുന്ന ഈ തോട് ഇന്ന് പോളയും പായലും മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ് മലിനപ്പെട്ടിരിക്കുകയാണ്. എല്ലാ വർഷവും സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് ശുചീകരണം നടത്താറുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി ചുരുങ്ങുകയാണ് പതിവ്. 1 മാസത്തിനുള്ളിൽ വീണ്ടും തോട് പോളയും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറയുകയും ചെയ്യും. ഇതിപ്പോൾ ഞങ്ങൾ സ്ഥിരമായി തോട്ടിലെ പോള ഞങ്ങളൊരു 10-15 വർഷമായി ഇതിങ്ങനെ നടന്നുകൊണ്ട് വാരിക്കൊണ്ടിരിക്കുക. പാത്രം കഴുകാൻ പോലും പറ്റത്തില്ല. പൈപ്പാണെങ്കിൽ എപ്പോഴും പൈപ്പിൽ കൂടെ വെള്ളം വരത്തില്ല. വല്ല തുണിയെങ്കിലും കഴുകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് സ്വന്തമായിട്ട് നാട്ടുകാർ കൂടി വാരുന്നതാണ്. ഇത് അളിഞ്ഞ് കിടക്കുക. എലിപ്പനിയുടെ ഉടിയാൻ കടിച്ചുകൊണ്ടായി പണി ചെയ്യുന്നത്. കന്നിട്ടപ്പറമ്പ് പാലം താഴ്ന്ന് തോട്ടിലെ നീരൊഴുക്ക് നിലച്ചിരിക്കുകയാണ്. ഇതും തോട്ടിൽ പല ഭാഗങ്ങളിലും എക്കലുകൾ കുന്നുകൂടിയതും തോട് മലിനപ്പെടാൻ കാരണമായെന്ന് വാർഡ് മെമ്പർ സന്തോഷ് പട്ടണം പറയുന്നു.
ജില്ലാ ഭരണകൂടവും സർക്കാരും അടിയന്തരമായി പ്രധാന തോടുകളും അനുബന്ധ ഇടത്തോടുകളും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലുമായിട്ടാണ് ഈ ജലാശയം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഒരുപാട് ആളുകൾ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഈ നാട്ടുകാരുടെ അകമഴിഞ്ഞ ഒരു സഹായവും സ്നേഹവും അവരുടെ ഈ പ്രവർത്തനത്തിനോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് ആവേശം തരികയാണ്. ഏതായാലും ഈ അരയൻതോടെന്ന് പറയുന്ന ഈ തോടിൻ്റെ ശാഖകളായി പോകുന്ന നിരവധിയായിട്ടുള്ള തോടുകളും ഇടത്തോടുകളുമുണ്ട്. ആ തോടുകളും എല്ലാം ഇതുപോലെ പായലും മാലിന്യങ്ങളിൽ നിന്ന് നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ വെട്ടിയിടുന്ന വൃക്ഷങ്ങളടക്കമുള്ള മാലിന്യങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് നീരൊഴുക്കുണ്ടാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാലവർഷം കടക്കുമ്പോൾ വെള്ളം ഉയരുമ്പോൾ വെള്ളം ഒഴുകി ഈ കിടക്കുന്ന മലിനജലം ഒഴുകിപ്പോയി പുതിയ ജലം ഈ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജലം നമുക്കിവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വാർഡ് മെമ്പർ സന്തോഷ് പട്ടണം, വാർഡ് സാനിറ്റേഷൻ സമിതി അംഗങ്ങൾ, കുടുംബശ്രീ തൊഴിലുറപ്പംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സുകുമാരൻ മംഗലശ്ശേരി, കുമാരി മണിയൻ, ലാൽജി കുറ്റിക്കാട്, വത്സമ്മ, ജിജി സുനിൽ, സുഷമ്മ, മഞ്ജുഷ അനിയൻകുഞ്ഞ് തുടങ്ങി നിരവധി പ്രദേശവാസികളും പങ്കെടുത്തു. ആലപ്പുഴ ത്രിവേണി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. അനുമോദന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച വിജയം 100% വിജയം കരസ്ഥമാക്കി നമ്മുടെ ജില്ലയിലെയും മണ്ഡലത്തിലെയും ശ്രദ്ധേയമായ വിദ്യാലയമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സ്കൂളിലെയും നമ്മൾ ഈ വേദിയിൽ ആരംഭിക്കാം. നമ്മൾ രക്ഷകർത്താക്കളെല്ലാം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം മക്കളുടെ ഭാവിയാണ്. ആരോട് ചോദിച്ചാൽ നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ രക്ഷകർത്താക്കളും ഒറ്റ ഉത്തരം ഉണ്ടാകും. ആ ഉത്തരം മക്കൾക്ക് വേണ്ടി ജീവിക്കാനാണ്. ആ ഉത്തരത്തിന്റെ ഒരു ആരംഭ അർത്ഥം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളായി മുതിർന്നവർ അവരുടെ ജീവിതകാലത്ത് കഷ്ടപ്പെട്ടതുപോലെ പ്രയാസപ്പെട്ടതുപോലെ കഷ്ടതയില്ലാതെ പ്രയാസമില്ലാതെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നതാണ് ഞാൻ. ഇന്നത്തെ ലോകത്ത് ഓരോ രക്ഷിതാവിന്റെയും ആഗ്രഹം പോലെ നമ്മുടെ മക്കൾ ജീവിതത്തിൽ വിജയം കുറിക്കണമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം പരമാവധി നേടിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യമായി നമ്മൾ രക്ഷകർത്താക്കൾ കണക്കാക്കണം. അപ്പൊ അങ്ങനെ കണക്കാക്കുന്നതിനുള്ള എല്ലാ അങ്ങനെയാണ്. വലിയകുളം ഉമ്മസല്ലി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലബ് രക്ഷാധികാരിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഉപാധ്യക്ഷനുമായ VG വിഷ്ണു അധ്യക്ഷനായിരുന്നു. 100% വിജയം കൈവരിച്ച വട്ടയാൽ സ്കൂളിനെയും MBBSൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർമാരായ B നസീർ, നജിത ഹാരിസ്, ക്ലാരമ്മ പീറ്റർ, മേരി ലീന, കയർഫഡ് വൈസ് ചെയർമാൻ R സുരേഷ്, വട്ടയാൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് എലിസബത്ത് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യർക്ക് 75ാം ചരമവാർഷിക ദിനത്തിൽ ജന്മനാടായ ചങ്ങനാശ്ശേരി സ്മരണാഞ്ജലി അർപ്പിച്ചു. ഉള്ളൂരിൻ്റെ പേരിലുള്ള മുനിസിപ്പൽ ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ടായിരുന്നു ജന്മനാടിൻ്റെ അനുസ്മരണം. കവി, ഭാഷാ ഗവേഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ഉള്ളൂർ S. പരമേശ്വരയ്യർ തഹസിൽദാർ, മുൻസിഫ്, ഗവൺമെൻറ് സെക്രട്ടറി, ദിവാൻ പേഷ്ക്വാർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 1877 ജൂൺ 6 ചങ്ങനാശ്ശേരിയിലായിരുന്നു ജനനം. ഏതാണ്ട് 15 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അമ്മയോടൊപ്പം അച്ഛൻ്റെ നാടായ ഉള്ളൂരിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. 1949 ജൂൺ 15 ഉള്ളൂരിൻ്റെ മരണം. മുനിസിപ്പൽ ലൈബ്രറിയിൽ ചേർന്ന അനുസ്മരണ ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. ചെയർപേഴ്സൺ ബീന ജോബി ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. നമ്മുടെ നാട്ടുകാരനായിരുന്നു. അതായത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി മണ്ണിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഇവിടെ തൻ്റെ ബാല്യകാലം മുഴുവൻ ഈ ചങ്ങനാശ്ശേരി മണ്ണിൽ ജീവിച്ചു എന്നത് നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉള്ളൂരിൻ്റെ നാമത്തിലുള്ള ഈ ലൈബ്രറി നമ്മുടെ നാടിന് എന്നും ഒരു അഭിമാനമായിട്ട് തന്നെയാണ്. നമുക്കറിയാം ഇതിൻ്റെ സമയത്തിലൊക്കെ ഇച്ചിരി വ്യത്യാസം, പ്രവർത്തന സമയത്തിനകത്ത് ഇച്ചിരി വ്യത്യാസം വരുത്തിയപ്പോൾ ഇതിനെ സ്നേഹിക്കുന്ന ഇവിടെ നിരന്തരമായി വരുന്ന ആളുകൾ അവരുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ പഴയ പോലെ കോവിഡ് കാലത്ത് വന്ന ആ സമയം വ്യത്യാസമൊക്കെ മാറ്റി വീണ്ടും പഴയ ഒരു ആ സമയത്തിലേക്ക് തന്നെ അവധി ദിവസങ്ങളിൽ എല്ലാം അവർക്ക് ഉപയോഗിക്കത്തക്കാണ് ഒരു സംവിധാനമാക്കി കൊടുത്തത്. കാരണം അത് ഈ ലൈബ്രറി വായനയെ നമ്മുടെ ആളുകൾ
അതായത് ശരിക്കും പറഞ്ഞാൽ പഴയ ചില പ്രായമായ ആളുകളാണ്. യോഗത്തിൽ കൗൺസിലർമാരായ കുഞ്ഞുമോൾ സാബു, സന്തോഷ് ആന്റണി, റീഡേഴ്സ് ഫോറം പ്രസിഡന്റ് കുര്യൻ തൂമ്പുങ്കൽ, ലൈബ്രറിയൻ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2024 എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. യൂണിയന് കീഴിലെ വിവിധ ശാഖകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഉടുപ്പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. നമുക്ക് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിരഞ്ഞെടുക്കേണ്ട കരിയറിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകണം. നമ്മുടെ കുട്ടികളുടെ താല്പര്യമാണ് രക്ഷകർത്താക്കൾ നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ പലപ്പോഴും കുട്ടികളുടെ മേലിലേക്ക് രക്ഷകർത്താക്കൾ അവരുടെ താല്പര്യമാണ് പല സ്ഥലങ്ങളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതായിരിക്കണം അവന് കൊടുക്കേണ്ടത്. അതിലപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ അവന് അതെടുക്കാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് ഇട്ടുപോകുന്ന ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ രക്ഷകർത്താക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ രക്ഷകർത്താക്കളും അങ്ങനെ ആണെന്നില്ല. ചിലരെങ്കിലും അവരുടെ വാശിയിൽ നിന്ന് പിന്നോട്ട് മാറാതെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന ചില രീതിയിലെങ്കിലും വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉദ്ഘാടന യോഗത്തിൽ യൂത്ത് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാകേഷ് മനീധരൻ അധ്യക്ഷനായിരുന്നു. അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, AK രംഗരാജൻ, KP പരീക്ഷിത്, VR വിദ്യാധരൻ, രഞ്ജിത്ത് വിശ്വപ്പൻ, KM മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഡയാലിസിസ് കിറ്റ് വിതരണവും നടത്തി. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന്റെയും ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന്റെയും ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചത്. 50 വൃക്ക രോഗികൾക്ക് വിതരണം ചെയ്യാനുള്ള ഡയാലിസിസ് കിറ്റുകൾ തൃക്കൊടിത്താനം സർവീസ് സഹകരണ ബാങ്ക് നൽകി. നിരവധി പേരാണ് ക്യാമ്പിലൂടെ ഗുണഭോക്താക്കളായി മാറിയത്. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN സുവർണകുമാരി മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഡയാലിസിസ് കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പോയി സമ്പാദിച്ചിട്ടും ഒന്നും കാര്യമില്ല. നമുക്കറിയാം നിരന്തരം പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ ഒട്ടേറെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. വളരെ പ്രതീക്ഷയോടെ നമ്മൾ വളർത്തി വലുതാക്കിയ മക്കളൊക്കെ നമ്മളിൽ വേർപെട്ട് പോകുമ്പോൾ നമുക്ക് ഒട്ടേറെ വേദനാജനകമായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രദേശത്തുണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ മോചിതരായിട്ടില്ല. കേരളക്കരയിൽ മാത്രമല്ല നമ്മുടെ ലോകത്തിലുള്ള ഒട്ടേറെ സഹോദരങ്ങൾ ആ ദുരന്തത്തിൽ നമ്മെ വേർപെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് മാത്രമേ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് കൂട്ടിവെക്കാനായിട്ടുള്ള സ്വത്തായിട്ടുള്ളൂ. കുറേ ഏക്കറുകണക്കിന് വസ്തുക്കളും അതുപോലുള്ള മറ്റ് സംഭാവനകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കണക്കാണ് ആ പുസ്തകത്തിൽ അവിടെയുള്ളൂ. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുട്ടി കോലേട്ട് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി ഏത്തക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത്, ചെത്തിപ്പുഴ ആശുപത്രി PRO പോൾ മാത്യു, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് സെക്രട്ടറി ജോബിൻ ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി ഷീബ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക പിതൃദിനാചരണത്തിന്റെ ഭാഗമായി ഫാത്തിമാപുരം ഫാത്തിമ മാതാ യൂണിറ്റ് പിതൃവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി. യൂണിറ്റ് പ്രസിഡന്റ് ലാലി ഇളപ്പുങ്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. പിതൃവേദി ചങ്ങനാശ്ശേരി അതിരൂപതാ സെക്രട്ടറി ജോഷി കൊല്ലാപുരം ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. എൻ്റെ അപ്പൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതിന് മുമ്പ് അത് ഞാനും ജനിച്ചു കഴിഞ്ഞിട്ട്, ഞങ്ങൾ 4 മക്കളാണ്. 4ാമത്തെ മകൻ ഞാനും ജനിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പൻ ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. അതുവരെ അപ്പൻ കൃഷിയും പണികളൊക്കെ ആയിരുന്നു. എന്നതാണേലും ഈ എനിക്ക് ഓർമ്മ വന്ന കാലം തൊട്ട് അപ്പൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. രാവിലെ ജോലിക്ക് പോകും. പല സ്ഥലങ്ങൾ നമുക്കറിയാം, ഗവൺമെന്റ് ജോലിയാകുമ്പോൾ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പല ജില്ലകളിൽ പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ രാവിലെ അപ്പം പോകും, ഉച്ചയ്ക്കൊന്നും കഴിക്കാറില്ല, വൈകിട്ട് തിരിച്ചു വരും, വൈകിട്ട് കഴിക്കും. അതാണ് ഒരു അപ്പൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം വിചാരിക്കുന്നതിനാണ് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാതിരുന്നാൽ അത്രയും പൈസ നമുക്ക് ലാഭിക്കാം, അത് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരാം, മക്കളുടെ പഠനത്തിന് നമുക്ക് സ്വാധീനിക്കും. യോഗത്തിൽ സിസ്റ്റർ ജസ്റ്റിൻ ASMI, ഡിസ്നി പുളിമൂട്ടിൽ, ഈപ്പൻ വടക്കേൽ,
ജോസ് കടന്തോട്, ജെൻസി അമ്പാട്ട് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സിജു തോട്ടിക്കൽ, ജോർജ് തോമസ് മുരിക്കനാട്, എ ഡി തോമസ് അറവാക്കൽ, കെ എം ആന്റണി, തോമസ് ജോസഫ് മണക്കുന്നേൽ, ജെ ജോസഫ് പുളിക്കൻ എന്നീ പിതാക്കന്മാരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.